നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണവേണി, തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ACH ഓഫീസറാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ മാതൃശിശു സംരക്ഷണ കാർഡ് അഥവാ MCP കാർഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും സുരക്ഷിതമായ പ്രസവം ഉറപ്പുവരുത്തുന്നതിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി ഈ കൈപ്പുസ്തകം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കൈപ്പുസ്തകം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഓരോ ഗർഭിണിയുടെ ജീവിതത്തിലും അവരുടെ ഈ അവിസ്മരണീയമായ ഗർഭകാലത്തിൽ അവരനുചരിക്കേണ്ട കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു കൈപ്പുസ്തകമാണിത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതൊരു ആധികാരികമായ ഹെൽത്ത് റെക്കോർഡാണ്. അപ്പോൾ ഇത് ഓരോ ഗർഭിണിയും സൂക്ഷിക്കുകയും തുടർന്നുള്ള പ്രസവങ്ങൾ, അടുത്ത രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസവത്തിന് നിങ്ങൾ പോകുമ്പോൾ മുൻ പ്രസവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണി ഗർഭം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ കൈപ്പുസ്തകം സേവനദാതാക്കളായ JPHNമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഇത് നിങ്ങളുടെ കയ്യിൽ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഗർഭിണിയുടെയും ഒരു അവകാശം പോലെയാണ് നിങ്ങൾ ഈ MCP കാർഡിനെ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈപ്പുസ്തകമാണ്, 45ഓളം പേജുകൾ ഉൾപ്പെടുന്ന ഒരു കൈപ്പുസ്തകമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ നമ്മൾ കുറച്ച് ആനുകൂല്യങ്ങൾ, ഒരു ഗർഭിണിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് JSY എന്ന് പറയുന്ന ആനുകൂല്യം, ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്ന ആനുകൂല്യം. നമുക്കറിയാം, കേരളത്തിൽ പ്രസവിക്കുന്ന എല്ലാ ഗർഭിണികൾക്കും പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ലഭ്യമാക്കുന്ന ഒരു തുകയാണ് ഈ JSY. അർബൻ മേഖലയിലാണെങ്കിൽ 600 രൂപയും റൂറൽ മേഖലയിൽ 700 രൂപയും ഓരോ പ്രസവത്തിന് ശേഷവും സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ഇതാണ് JSY പദ്ധതി. ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത് JSSK, ജനനി ശിശു സുരക്ഷാ കാര്യക്രം. ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രസവവും അമ്മയ്ക്കും കുഞ്ഞിനും, 1 വയസ്സ് വരെയുള്ള കുഞ്ഞിനും എല്ലാ പരിചരണവും ചികിത്സയും മറ്റ് സംവിധാനങ്ങളും ഒരു പൈസ പോലും ചെലവില്ലാതെ സൗജന്യമായി നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുഖപ്രസവമായാലും സിസേറിയൻ ആയാലും സൗജന്യമാണ്. ഗർഭകാലത്ത് മുഴുവൻ നടക്കുന്ന പരിശോധനകളും അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകളും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണമെങ്കിൽ അതും എല്ലാം സൗജന്യമാണ്. സൗജന്യമായിട്ടുള്ള വാഹനം ലഭ്യമാക്കണം. ഗർഭിണി ആശുപത്രിയിലേക്ക് എത്തുന്നതിനും വീട്ടിലെത്തിക്കുന്നതിനും വേണ്ടിയുള്ള വാഹന സൗകര്യം ഉണ്ടാകണം. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുപോലെ ജനിക്കുന്ന കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് കുഞ്ഞിൻ്റെ മരുന്നുകൾ, ഡയഗ്നോസ്റ്റിക്സ് എല്ലാം നമ്മൾ ഈ JSSK പദ്ധതി വഴി സൗജന്യമായി നൽകി വരുന്നു. ഇനി ഒരു പദ്ധതിയുള്ളത് പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അത് ICDS ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് അത് ലഭ്യമാക്കുന്നത്. അതൊരു പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് 5000 രൂപയാണ് ഈ പദ്ധതി വഴി ധനസഹായമായി ലഭിക്കുന്നത്. ഈ 5000 രൂപ പല ഘട്ടങ്ങളിലായാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഒരു ഗർഭിണിയാണെന്ന് കണ്ടാൽ നിങ്ങളെ 12 ആഴ്ചകൾക്കുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്താൽ ആദ്യത്തെ 1000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത് ഈ ഗർഭകാലത്തിനിടയിൽ 1 or 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ആൻറ്റിനേറ്റൽ കെയർ, അതായത് ഗർഭകാലത്തുള്ള പരിചരണം ലഭിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗഡുവായ 2000 രൂപ ലഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ഗഡു ലഭിക്കണമെങ്കിൽ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞ് 45 ദിവസം പ്രായമുള്ള കുഞ്ഞിന് വാക്സിനേഷൻസ് എല്ലാം നൽകി കഴിയുമ്പോൾ അടുത്ത 2000 രൂപ കിട്ടും. അങ്ങനെ 5000 രൂപയാണ് നിങ്ങൾക്ക് ഈ പദ്ധതി വഴി, പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന വഴി ലഭിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പേജിൽ, മൂന്നാമത്തെ പേജിൽ പ്രധാനമായിട്ടും ഇതിലുള്ളത് ഒരു ഗർഭിണിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ആധികാരികമായ റെക്കോർഡുകളാണ്, അല്ലെങ്കിൽ രേഖകളാണ്. അതിൽ അടിസ്ഥാന വിവരങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത്. ഈ വിവരങ്ങൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ, അതായത് ഫോൺ നമ്പർ ആയാലും അഡ്രസ്സ് ആയാലും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഗർഭിണിയുടെ പേരുണ്ടാകും, ഭർത്താവിൻ്റെ പേര്, മേൽവിലാസം, കൃത്യമായ മേൽവിലാസം, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മേൽവിലാസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ JPHNമാരുടെ സർവീസ്, ആശമാരുടെ സർവീസ് ഒക്കെ കിട്ടുന്നത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നതെന്നനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ മേൽവിലാസം നൽകാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് എത്രാമത്തെ പ്രസവമാണെന്നുള്ളതാണ്, ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ എന്നുള്ള വിവരങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അവസാന ആർത്തവത്തിൻ്റെ തീയതി, എന്നാണോ പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്ന EDC, LMP, EDC എന്ന് പറയുന്ന 2 രേഖകൾ ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ JPHN, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ് ഈ പേജ് മൊത്തം നിങ്ങളുടെ ഗർഭിണിയുടെ കയ്യിൽ നിന്ന് വിവരം എടുത്തിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്യേണ്ടത് JPHN ആണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അടിസ്ഥാന വിവരങ്ങൾ കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണോ അല്ലയോ എന്നുള്ളത്. ഈ 3-ാമത്തെ പേജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്, ഈ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് സൂചിപ്പിക്കണം. യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൊടുത്താൽ മതിയാവും. ഹൈ റിസ്ക് പ്രഗ്നൻസി, ബിക്കോസ് ഏതൊരു ഡോക്ടർ എടുത്താലും ഈ ബുക്ക് എടുക്കുമ്പോൾ തന്നെ ആ 3rd പേജ് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു നോർമൽ പ്രഗ്നൻസി ആണോ, എന്തെങ്കിലും ഹൈ റിസ്ക് ഉള്ള പ്രഗ്നൻസി ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇനി ഈ 3-ാമത്തെ പേജിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ബാങ്ക് വിവരങ്ങളാണ്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് സേവനദാതാവിൻ്റെ വിവരങ്ങൾ. അപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറേ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഈ 9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായിട്ട് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അഥവാ JPHN, ഓരോ സബ് സെൻറ്ററിലും പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് JPHN. അപ്പോൾ JPHN ഉണ്ടാവും, ആശമാരുണ്ടാവും, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 9 മാസ കാലയളവിൽ ഈ 3 ആൾക്കാരുടെയും, ഇത് 3 പേരും നിങ്ങളെ സംബന്ധിച്ച് സേവനദാതാക്കളാണ്. ആ സേവനദാതാക്കളുടെ വിവരമാണ് 3-ാം പേജിൽ ഇനി നമ്മൾ പറയുന്നത്. അതായത് JPHൻ്റെ പേര്, നിങ്ങളുടെ സബ് സെൻറ്ററിലെ ഏരിയയിലെ JPHൻ്റെ പേരെന്താണ്, അവരുടെ ഫോൺ നമ്പർ ഉണ്ട്, അംഗൻവാടി ടീച്ചറുടെ പേര്, ഫോൺ നമ്പർ, ആശാ വർക്കറുടെ പേര്, ഫോൺ നമ്പർ. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പം തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്ന ഇവർ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ കൃത്യമായിട്ട് എഴുതി, നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ സബ് സെൻറ്ററിലെ JPHN ആരാണ്, ആ JPHN ശരിക്കും പറഞ്ഞ ഗൃഹസന്ദർശനം നടത്താൻ ബാധ്യത ഉള്ള ആളാണ് JPHN. അപ്പോൾ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സിസ്റ്ററെ ഞാൻ കണ്ടില്ലല്ലോ, എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിവരങ്ങൾ തീർച്ചയായിട്ടും സേവനദാതാവിൻ്റെ വിവരങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറയേണ്ടത് JPHN കൃത്യമായി ചോദിക്കേണ്ട ഒരു വിവരം, ഏത് ആശുപത്രിയാണ് നിങ്ങൾ പ്രസവത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിൻ്റെ പേര്, ഹോസ്പിറ്റലിൻ്റെ പേര്, അവിടെ എത്താൻ വേണ്ടിയുള്ള വാഹന സൗകര്യം, ആംബുലൻസ് ആണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം വാഹനമാണോ, അപ്പോൾ ആ ഡ്രൈവറുടെ നമ്പർ വേണമെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഏത് ആശുപത്രിയാണ് തിരഞ്ഞെടുത്തതെന്നുള്ളത് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയുണ്ട്, കമ്പാനിയൻഷിപ്പ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രസവത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ നമുക്ക് പ്രസവത്തിൻ്റെ കൂടെ സഹായിയായിട്ട് നിർത്താം. അത് സ്ത്രീകളായിരിക്കണം. നമ്മുടെ ഭർത്താക്കന്മാരെയൊന്നും നമ്മൾ മറ്റു രാജ്യങ്ങളിലെ പോലെ നമ്മൾ ഭർത്താക്കന്മാരെ നിർത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ സ്ത്രീകളെ ഒരു കമ്പാനിയനായിട്ട് നിങ്ങൾക്ക് വയ്ക്കുക. അപ്പോൾ അവരുടെ പേരും കൂടെ ആ പേജിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും വിവരങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ JPHൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളെ ഇത് ഒരു ഗർഭിണിയായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആ JPHN ചെയ്യേണ്ടത്, എന്നാണോ നിങ്ങളുടെ മാസക്കുളി തെറ്റി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് അപ്പം തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട RCH ID, ഒരു യുണീക്കായിട്ടുള്ള ഒരു ID നമ്പറാണ് ഇത്. JPHN തന്നെ ഈ 3-ാമത്തെ പേജിൽ RCH ID എഴുതുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഗർഭിണികളെയും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ 100% ഗർഭിണിയെയും രജിസ്റ്റർ ചെയ്ത് RCH ID കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 4-5 പേജുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പേജുകളിൽ പറയുന്നത് ശരിക്കും പറഞ്ഞ ഗൃഹസന്ദർശനമാണ്. JPHN നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗർഭിണിക്ക് തൊട്ടടുത്തുള്ള സബ് സെൻറ്ററിൽ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലുമാണ് സബ് സെൻറ്ററിൽ നമ്മൾ ആൻറ്റിനേറ്റൽ ക്ലിനിക്ക് വെച്ചിട്ടുള്ളത്. ഗർഭിണികൾക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ക്ലിനിക്കാണ് ആൻറ്റിനേറ്റൽ ക്ലിനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ JPHN അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് പരിശോധനകൾ നടത്താം. ഇല്ലെങ്കിൽ PHCയിൽ പോയിട്ട്, PHCയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ആൻറ്റിനേറ്റൽ ക്ലിനിക്ക് നടത്തുന്നത്. അപ്പോൾ ഒന്നുകിൽ JPHൻ്റെ ഗൃഹസന്ദർശനം, അല്ലെങ്കിൽ സബ് സെൻറ്ററിൽ പോവുക, അല്ലെങ്കിൽ PHCയിൽ പോവുക. എന്നിട്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളിത് കൃത്യമായി ചെയ്തിരിക്കണം. അതായത് ആദ്യം ആദ്യത്തെ 3 മാസം 0 to 12 വീക്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ 3 മാസം. അവിടെ കൃത്യമായി നിങ്ങൾ ഒരു സന്ദർശനം, JPHN ഒരു സന്ദർശനം അങ്ങോട്ടോ അല്ലെങ്കിൽ ഗർഭിണി നമ്മുടെ ക്ലിനിക്കിൽ വന്നോ ഒരു സന്ദർശനം നടത്തിയിരിക്കണം. അടുത്ത സന്ദർശനം എന്ന് പറയുന്നത് 13 ആഴ്ചകൾ മുതൽ 26 ആഴ്ചകളുടെ ഇടയിലാണ്.
അടുത്തത് 27 ആഴ്ച മുതൽ 34 ആഴ്ചകളിൽ ഒരു വിസിറ്റ് ഉണ്ടാവണം. പിന്നെ 35നും 40 ആഴ്ചകൾക്കും ഇടയിൽ, അതായത് അവസാനത്തെ ട്രൈമസ്റ്റർ. അപ്പം മിനിമം 4 ആൻറ്റിനേറ്റൽ വിസിറ്റ് ഗർഭകാലത്തിൽ നിങ്ങളുടെ അവകാശമാണ്. ഇത്രയും പരിചരണം നിങ്ങൾ ഒന്നുകിൽ, അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിന് പുറമെയാണ് നമ്മൾ ഈ പറയുന്ന, ഇത് ഫീൽഡ് തലത്തിലുള്ള സേവനങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇനി ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് ഇത് പ്രത്യേകമായിട്ടാണ്. ഇത് പക്ഷേ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നതിൽ പ്രധാനമായിട്ടും ഓരോ ഗർഭിണിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അപകട സൂചനകൾ, അല്ലെങ്കിൽ കുറച്ച് ഹൈ റിസ്ക് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. കാലിൽ നീരുണ്ടോ, മുഖത്ത് നീര് വരുന്നുണ്ടോ, അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ JPHന്മാർ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡോസ് ടി ഡി വാക്സിൻ, ഇപ്പോൾ നമ്മൾ ടി ഡി വാക്സിനാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് ഡോസ് ടി ഡി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ആദ്യത്തെ 3 മാസം ഫോളിക് ആസിഡ് ഗുളികകൾ, അയൺ ഇല്ല, ഫോളിക് ആസിഡ് മാത്രം ചേർന്നിട്ടുള്ള ഗുളികകൾ ആദ്യത്തെ 3 മാസം നിർബന്ധമായിട്ടും JPHN വഴി നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ ഈ JPHN തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസവും ഈ മാസങ്ങളിൽ വരുമ്പോൾ സ്തന പരിശോധന നടത്തണം. ബ്രസ്റ്റിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം, അതായത് മുലയൂട്ടൽ, നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ മുലയൂട്ടൽ തുടങ്ങണം. അപ്പോൾ എന്തെങ്കിലും ബ്രസ്റ്റിന് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് എക്സാമിനേഷനും കൂടെ ഈ സമയത്ത് ചെയ്തിരിക്കണം. 3-4 പേജുകളിൽ പറയുന്നത് ഹൈ റിസ്ക് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗർഭിണിയെ അറിഞ്ഞിരിക്കണം, ഗർഭിണിയുടെ കൂടെയുള്ള വീട്ടിലുള്ള മറ്റ് ബന്ധുക്കൾ അറിഞ്ഞിരിക്കണം. JPHN കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരിക്കുകയും വേണം. എന്തൊക്കെയാണ് നമ്മുടെ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ വരുന്നത്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലായിട്ട് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അതൊരു ഹൈ റിസ്ക് ഫാക്ടറാണ്. ഡയബറ്റിസ്, നമുക്കറിയാം ഗർഭകാലത്ത് നമുക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിരിക്കാം. അപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്ന വേറൊരു ഹൈ റിസ്ക് ആണ്. അനീമിയ, വിളർച്ച രോഗം, നമുക്കിപ്പോൾ വിവാ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതിൽ നമ്മൾ വിളർച്ചയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ വിളർച്ച ഒരു ഹൈ റിസ്ക് ആണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ട്വിൻസോ ട്രിപ്ലറ്റ്സോ ഒക്കെ ഉള്ളത് ഹൈ റിസ്ക് ആണ്. പിന്നെ എന്തെങ്കിലും രക്തസ്രാവം, ഗർഭകാലത്ത് തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആൻറ്റിപാർട്ടം ഹെമറേജ് എന്ന് പറയും. അപ്പോൾ ബ്ലീഡിങ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ജെന്നി പോലത്തെ അവസ്ഥ, ചിലപ്പോൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അപസ്മാരത്തിനൊക്കെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് JPHN ആ കോളങ്ങളിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. ഈ പേജൊക്കെ ഫില്ല് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ JPHN ആണ്. അവർ ഇത് കൃത്യമായിട്ട് ഹൈ റിസ്ക് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഹൈ റിസ്ക് ആണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം JPHN ഈ ഗർഭിണിക്ക് നൽകിയിട്ടുണ്ടാവണം. പിന്നെ ആ പേജിൻ്റെ താഴെയായിട്ട് നിങ്ങൾ നോക്കിയാൽ എല്ലാത്തിൻ്റെയും നോർമൽ വാല്യൂസ് കാണാം. പ്രഷറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്, ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് വരേണ്ടത്, ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ നോർമൽ വാല്യൂ ഇത്രയാണ്, എനിക്ക് എത്രയുണ്ട്, അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ 4-ാം മാസം മുതൽ അയണും കാൽഷ്യം ഗുളികകളും, അയൺ ഫോളിക് ആസിഡ് IFA എന്ന് പറയുന്ന ഗുളികയും കാൽഷ്യം ഗുളികകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അത് പൂർണ്ണമായിട്ടും തരേണ്ട ഉത്തരവാദിത്തം JPHൻ്റെ കൈകളിലാണ്. അപ്പോൾ JPHN കൃത്യമായിട്ട് ഈ ഓരോ മാസവും ഇവർക്ക് ഈ ഗുളിക കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവണം. ഇനി 6-ാമത്തെ പേജ് വളരെ പ്രധാനപ്പെട്ട പേജാണ്. ഇത് ഗർഭിണി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു പേജാണ് 6-ാമത്തെ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും അല്ലേ ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ. അപ്പോൾ അതിൽ ഗർഭകാല പരിചരണം, അതായത് എന്തൊക്കെ ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്, എന്തൊക്കെ ആഹാരം ഞാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എന്തൊക്കെ വ്യായാമം ചെയ്യാം, അങ്ങനെയുള്ള ഭക്ഷണക്രമവും വ്യായാമവും പ്രതിപാദിക്കുന്ന പേജാണ് 6-ാമത്തെ പേജ് എന്ന് പറയുന്നത്. അത് ഗർഭിണികൾ എല്ലാവരും തന്നെ വായിച്ചിരിക്കണം, നിർബന്ധമായും വായിച്ചിട്ടുണ്ടാവണം. ഈ 6-ാമത്തെ പേജിൽ തന്നെ കുറച്ചും കൂടെ അപകട സൂചനകൾ പറയുന്നുണ്ട്. അതും എല്ലാവരും കൃത്യമായിട്ട് ഗർഭിണികൾ തന്നെ ഒന്ന് വായിച്ചിരിക്കുക. അതായത് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് സാധാരണ ഒരു ഗർഭകാലത്ത് 8 മുതൽ 10 കിലോ വരെ വെയിറ്റ് നമുക്ക് കൂടി വരാം. അത്രത്തോളം വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രഷർ കൂടുതലായിട്ട് കാണുന്നു, മൂത്രത്തിനകത്ത് ആൽബുമിൻ കാണുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗർഭകാല പരിചരണത്തിൻ്റെ കൂടെ രക്തപരിശോധനകൾ ചെയ്യും. അതിൻ്റെ കൂടെ കൃത്യമായിട്ട് എല്ലാ മാസവും യൂറിൻ ആൽബുമിൻ നമ്മൾ നോക്കണം. അപ്പോൾ യൂറിൻ ആൽബുമിൻ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വിളർച്ചയുണ്ടോ എന്നുള്ളതൊരു അപകട സൂചനയാണ്. കാലിലെ നീര് അപകട സൂചനയാണ്. ജന്നി, രക്തസ്രാവം,
പിന്നെ അനക്കക്കുറവ്, അതായത് ഒരു 4-5 മാസം 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് അനക്കം അറിഞ്ഞു തുടങ്ങും കുഞ്ഞിൻ്റെ. അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കത്തിന് എന്തെങ്കിലും പെട്ടെന്നൊരു പൊടുന്നനെ ഒരു കുറവ് വ്യത്യാസം അനുഭവപ്പെടുക, അല്ലെങ്കിൽ മാസം തികഞ്ഞ ഏകദേശം ഡേറ്റ് അടുത്തു അതിനുശേഷം ഡേറ്റ് കഴിഞ്ഞിട്ടും ലേബർ പെയിൻസ്, അതായത് പ്രസവ വേദന വരുന്നില്ല, ഇങ്ങനെയുള്ള അപകട സൂചനകളെയാണ് 6ാമത്തെ പേജിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാ ഗർഭിണികളും പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം. ഭക്ഷണക്രമം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മുടെ 6ാമത്തെ പേജിൻ്റെ താഴെയുള്ളത് എന്തുകൊണ്ടാണ് സാധാരണ പ്രസവത്തിൻ്റെ മെച്ചങ്ങൾ, ഇത് ഓരോ ഗർഭിണിയും അറിയണം. ഇപ്പോൾ അറിയാം, നമുക്ക് പല ഗർഭിണികളും ഇപ്പോൾ എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നോർമൽ ഡെലിവറിയുടെ ഗുണങ്ങളെന്ന് വളരെ കൃത്യമായിട്ട് അക്കമിട്ട് 3-4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഗർഭിണികൾ അറിഞ്ഞിരിക്കണം. സിസേറിയൻ എന്ന് പറയുന്ന ഇത് ഡോക്ടർ എടുക്കേണ്ട തീരുമാനമാണ്. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് തോന്നുകയാണ്, ഈ ഗർഭിണിക്ക് നോർമൽ ഡെലിവറി നടക്കില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ തീരുമാനിക്കുന്നതാണ് സിസേറിയൻ, അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ നോർമൽ ഡെലിവറിയുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ആ പേജിൽ 6ാമത്തെ പേജിൽ താഴെയുള്ളത്. ഇനി നമ്മുടെ അടുത്ത പേജിലോട്ട് പോകാം. 7ാമത്തെ പേജ്. ഇത് മെഡിക്കൽ ഓഫീസർ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. കൺസേൺഡ് PHC CHCയിലുള്ള മെഡിക്കൽ ഓഫീസർ കൃത്യമായി ഈ ഗർഭിണിയെ കാണുകയും അവരുടെ എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് വെയ്റ്റ്, ഹൈറ്റ്, ബ്ലഡ് പ്രഷർ, പൾസ് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം അവരുടെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ സർജറി വല്ലതും നടന്നിട്ടുണ്ടോ, നേരത്തെ ഉള്ള പ്രസവത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള പാസ്റ്റ് ഹിസ്റ്ററിയും പ്രീവിയസ് ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി, പഴയ ഗർഭകാലത്തിലുള്ള പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട കോളമാണ് പേജ് 7 എന്ന് പറയുന്നത്. അതിനുശേഷം ഡോക്ടർ തന്നെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ അവർക്ക് ഹാർട്ട് ബീറ്റ് നോക്കണം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ന്യൂറോളജിക്കൽ സിസ്റ്റം, അങ്ങനെ എല്ലാ സിസ്റ്റത്തിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എക്സാമിൻ ചെയ്തിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഫൈൻഡിങ്സ് 7ാമത്തെ പേജിൽ കൺസേൺഡ് മെഡിക്കൽ ഓഫീസർ റെക്കോർഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 9ാമത്തെ പേജിൻ്റെ താഴെ ഭാഗത്ത് എല്ലാ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും, അപ്പോൾ നമുക്കറിയാം ഗർഭകാലത്ത് നമ്മൾ ഓരോ മാസങ്ങളിലും ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. രക്തപരിശോധനയുണ്ട്, യൂറിൻ പരിശോധനയുണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് റിപ്പോർട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ച്, ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ ഒരു 4 ആഴ്ച 5 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഏർലി സ്കാൻ, ആദ്യത്തെ ഒരു സ്കാൻ നമ്മൾ ഉടനെ എടുക്കും. അതിനുശേഷം നമ്മളൊരു NT സ്കാൻ എന്ന് പറഞ്ഞ് 10 to 11 വീക്സ് ആകുമ്പോൾ ഒരു NT സ്കാൻ എടുക്കും. പിന്നെ ഒരു അനോമലി സ്കാൻ എടുക്കും 18 to 20 വീക്സിൽ അനോമലി സ്കാൻ, പിന്നെ ഒരു ടേം സ്കാൻ, അങ്ങനെയുള്ള വിവിധ തലങ്ങളിലായിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻസ് എടുക്കും. അതിൻ്റെ എല്ലാ റിപ്പോർട്ടും 7ാം പേജിൽ നമുക്ക് റിപ്പോർട്ട് രേഖപ്പെടുത്താവുന്ന സ്ഥലമുണ്ട്. അവിടെ കൃത്യമായി മെഡിക്കൽ ഓഫീസർ ഈ രേഖകളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗർഭിണി വായിച്ച് നോക്കുക. ബിക്കോസ് എൻ്റെ ബുക്ക് അപ്ഡേറ്റഡ് ആണോ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ കൺസേൺഡ് ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം, JPHൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി നമ്മൾ അടുത്ത 10ാമത്തെ പേജിലോട്ട് പോവുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ JPH ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സും ആശാ വർക്കറും പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടതും ഗർഭിണിയെയും ഗർഭിണിയുടെ വീട്ടിലുള്ള മറ്റ് ബന്ധുക്കളെയും ധരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ 10ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അപകട സൂചനകളാണ്. ഗർഭിണിയെ എപ്പോഴാണ് ഇത്രയും ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതെന്ന് പറയുന്നത്. ഒന്ന്, രക്തസ്രാവം. രക്തസ്രാവം 2 തരത്തിലാവാം. ഒന്ന്, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലീഡിങ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്, അതിന് പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറയും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ 6 ആഴ്ചക്കകത്ത് എപ്പോൾ ബ്ലീഡിങ് വന്നാലും നമ്മൾ ഉടനെ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ രക്തസ്രാവം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. രണ്ടാമത്തെ സിവിയർ അനീമിയ, വിളർച്ച, നല്ല രീതിയിലുള്ള വിളർച്ച. ഹീമോഗ്ലോബിൻ 12 ആണ്, മോർ ദാൻ 12 ആണ് നമ്മൾ നോർമലായിട്ട് ഒരു ഗർഭിണിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ 7ൽ താഴെ ഹീമോഗ്ലോബിൻ വരികയാണെങ്കിൽ അതിനെ സിവിയർ അനീമിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അനീമിയ ഉള്ളവർക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടലോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരാം, അതൊരു ഹൈ റിസ്ക് ആണ്. പിന്നെ പനി, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് പനി വന്നാലും ഗർഭിണി പ്രസവം കഴിഞ്ഞിട്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ പനി വന്നാലും ദാറ്റ് ഇസ് എ കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അതൊരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രക്തസമ്മർദ്ദം, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് രക്തസമ്മർദ്ദം വന്നാലും പ്രസവത്തിന് ശേഷം 6 ആഴ്ചയ്ക്കുള്ളിൽ BP എപ്പോഴെങ്കിലും കൂടിയാലും, അല്ലെങ്കിൽ മുഖത്ത് നീര്, കാലിൽ നീര്, യൂറിൻ ആൽബുമിൻ, ഇത്രയും ലക്ഷണങ്ങൾ കണ്ടാലും, പിന്നെ ഇതിൻ്റെ കൂടെ ചില അപകട സൂചനകളായിട്ട് തലവേദന, കാഴ്ചക്കുറവ്,
വയറുവേദന അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നാലും ഒരു ഇംപെൻഡിങ് എക്ലാംസിയ അല്ലെങ്കിൽ ജന്നി വരാൻ BP കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പേടിക്കുന്ന ജന്നി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇംപെൻഡിങ് എക്ലാംസിയയുടെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ തലവേദന, കാഴ്ച മങ്ങൽ ഒക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതും ഒരു അപകട സൂചനയാണ്. പിന്നെ ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെൻറ്റ്സ്, കുഞ്ഞിൻ്റെ അനക്കക്കുറവ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അനക്കക്കുറവ് വരിക ആണെങ്കിൽ ദാറ്റ് ഇസ് എ ഹൈ റിസ്ക് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സൈനാണ്. പിന്നെ നമ്മുടെ മാസം തികയാതെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രീ ടേം ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസവവേദന ഇല്ലാതെ തന്നെ പെട്ടെന്ന് വെള്ളം പൊട്ടിപ്പോകും. അതിനാണ് നമ്മൾ പ്രിമച്വർ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 6 കണ്ടീഷൻസും ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഗർഭിണിക്ക് വീട്ടിൽ വെച്ച് വരികയാണെങ്കിൽ തൊട്ടുള്ള ഗർഭിണിയെയും കൂടെയുള്ള ആൾക്കാരെയും JPHനും ആശമാരും കൃത്യമായി പഠിപ്പിച്ചിരിക്കണം. ഈ ഉള്ള കണ്ടീഷനിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം. ഇനി 10ാം പേജിൻ്റെ ഏറ്റവും താഴെ ഉള്ളത് നമ്മുടെ രക്തഗ്രൂപ്പിൻ്റെ RH ഇൻകമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പുകളുടെ ഇൻകമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഒരു RH നെഗറ്റീവാണ് മദർ, കുഞ്ഞ് RH പോസിറ്റീവാണ് ആകുകയാണെങ്കിൽ അടുത്ത പ്രസവത്തിന് അടുത്ത കുഞ്ഞിന് പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ആൻറ്റി-D എന്ന് പറയുന്നൊരു ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ RH നെഗറ്റീവ് മദേഴ്സ് എല്ലാം കൃത്യമായിട്ട് അതൊന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ 10ാം പേജിൻ്റെ താഴെ നമ്മൾ അതിനെക്കുറിച്ചായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ 11ാം പേജിൽ, ഇപ്പോൾ ഗർഭകാലത്തിൻ്റെ ഏകദേശം പൂർണ്ണമായ കാര്യങ്ങൾ നമ്മൾ ഈ പേജുകളിലൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നോർമൽ ഡെലിവറി നടക്കുന്ന അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി എന്താണ്, എന്തെങ്കിലും ഒരു ഹൈ റിസ്ക് വരാനുള്ളത് നമുക്കറിയേണ്ടത് ഒരു 15% ഗർഭിണികൾക്കും ഒരു ഹൈ റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. 15% ഓഫ് ദ പ്രഗ്നൻസീസ് വിൽ ബി ഹൈ റിസ്ക് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇനി 11ാം പേജിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രസവ സമയത്ത് നടക്കുന്ന, നിങ്ങൾ എവിടെയാണോ പ്രസവിക്കുന്നത്, സർക്കാർ ആശുപത്രിയിലാകാം അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലാകാം, അവിടെ പ്രസവം നടക്കുന്ന സമയത്ത് നടക്കുന്ന പ്രസവ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പേജാണ് 11ാമത്തെ പേജ്. അത് ആരാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് ഡെലിവറി പോയിൻറ്റ് JPH എന്ന് പറയുന്നിട്ടൊരു സ്റ്റാഫ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ലേബർ റൂമിൽ നിൽക്കുന്ന സ്റ്റാഫ് നഴ്സാണ് ഈ 11ാമത്തെ പേജ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എന്ത് തരം ഡെലിവറി, നോർമൽ ഡെലിവറി ആണോ, സിസേറിയൻ ആണോ അല്ലെങ്കിൽ വാക്യൂം ഡെലിവറി ആണോ, അപ്പോൾ ടൈപ്പ് ഓഫ് ഡെലിവറി അതിലുണ്ടാവും. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ, സമയമുണ്ടാവും, ബർത്ത് വെയിറ്റ് ഉണ്ടാവും, ടേം ബേബി ആണോ പ്രീ ടേം ആണോ എന്നുള്ള കാര്യം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. കുഞ്ഞ് ജനിച്ചുടനെ കരഞ്ഞോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അരമണിക്കൂറിനുള്ളിൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ട പേജ് എന്ന് പറയുന്നത് 11ാമത്തെ പേജാണ്. പിന്നെ കുഞ്ഞിനെ ന്യൂബോൺ ICUയിലോ എന്തെങ്കിലും കിടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പേജിനകത്ത് പ്രതിപാദിക്കേണ്ടതാണ്. ഇനി 11ാം പേജിൻ്റെ താഴെയുള്ളത് പ്രസവാനന്തര പരിചരണത്തെക്കുറിച്ചാണ്. പോസ്റ്റ്നേറ്റൽ കെയർ, അമ്മയുടെ പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചാണ്. സാധാരണ നമ്മളൊരു നോർമൽ ഡെലിവറി ആണെങ്കിൽ 3ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും സിസേറിയൻ ആണെങ്കിൽ 5 അല്ലെങ്കിൽ 7ാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ, 3rd ഡേ, 7th ഡേ ഈ പ്രസവം കഴിഞ്ഞ ലേഡിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പേജിൻ്റെ താഴെ പറയുന്നത്. 11ാമത്തെ പേജിൻ്റെ താഴെ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഫീവർ പോലെ പനി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആവുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. പൾസ് റേറ്റ് നോക്കണം, BP നോക്കണം, ഹീമോഗ്ലോബിൻ നോക്കണം, ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിരിക്കണം, വയറ് പരിശോധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ലേബർ റൂമിൽ നിൽക്കുന്ന സ്റ്റാഫ് നഴ്സ്, പോസ്റ്റ്നേറ്റൽ ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാഫ് നഴ്സ് നോക്കേണ്ടത് വയറ്, അബ്ഡമൻ പാൽപേറ്റ് ചെയ്ത് നോക്കിയിട്ട് യൂട്രസിൻ്റെ കണ്ടീഷൻ, യൂട്രസ് കൺട്രാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അബ്നോർമലായിട്ടുള്ള ബ്ലീഡിങ്, വെജൈനൽ അപ്പർ വെജൈന ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടോ, യൂട്രസ് കൺട്രാക്റ്റഡ് ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് രേഖപ്പെടുത്തേണ്ട കോളമാണ് ഈ 11ാം പേജിൻ്റെ താഴെ. പിന്നെ എപ്പിസിയോട്ടമി, പലപ്പോഴും നമ്മൾ നോർമൽ ഡെലിവറി നടക്കുമ്പോൾ നമ്മൾ എപ്പിസിയോട്ടമി എന്ന് പറയുന്ന ഒരു ഇത് ഇടാറുണ്ട്. അപ്പോൾ ആ എപ്പിസിയോട്ടമിയുടെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എപ്പിസിയോട്ടമി ഉണ്ട്, ക്ലീൻ ആണോ, അതൊക്കെ നമ്മൾ നോക്കി രേഖപ്പെടുത്തേണ്ട പേജാണിത്. ഈ 12, 13 പേജുകളെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട പേജുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജുകളാണ് ഇവിടെ നമ്മൾ ശലഭം നഴ്സുമാരെന്ന് പറയും. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെല്ലാം നമുക്ക് ശലഭം നഴ്സുമാരുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ സ്റ്റാഫ് നഴ്സുമാരാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും അവരുടെ അവകാശമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പേജുകളിൽ പരാമർശിക്കുന്നത്. അത്
കുഞ്ഞിനെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റ് എടുക്കുക എന്നുള്ളത്, അതിനോടൊപ്പം തന്നെ വെയിറ്റ്, ലെങ്ത് ഓഫ് ദ ബേബി, കുഞ്ഞിൻ്റെ നീളം എടുക്കുക, ഹെഡ് സർക്കംഫറൻസ്, തലയുടെ വ്യാസം അളന്ന് നോക്കുക, ചെസ്റ്റ് സർക്കംഫറൻസ് എത്രയാണെന്ന് നോക്കുക, മിഡാം സർക്കംഫറൻസ്, കൈയുടെ അളവ് എത്രയാണെന്ന്, ഇത്രയും കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തുക. ഇനി പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും കൂടെ ഈ ശലഭം നഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിസിബിൾ ബർത്ത് ഡിഫക്ട്സ്, കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത്. ജനിക്കുമ്പോൾ തന്നെ ഉള്ളത് ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ, തല മുതൽ കുഞ്ഞിൻ്റെ കാല് വരെ നോക്കിയിട്ട് നമ്മൾ വിസിബിൾ ബർത്ത് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക ജാതക് സേവ എന്ന് പറഞ്ഞ ആപ്പിനകത്ത് ഇത് കൃത്യമായിട്ട് റെക്കോർഡ്, അത് ശലഭം നഴ്സുമാരാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വിസിബിൾ ബർത്ത് ഡിഫക്റ്റ് ആണ്. രണ്ടാമത് പൾസ് ഓക്സിമീറ്റർ, അതായത് കുഞ്ഞിന് ജനിക്കുമ്പോൾ ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മൾ സാച്ചുറേഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് നോക്കണം. പിന്നെ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം, ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ട്രീറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ, അത് ഹൈപ്പോതൈറോയിഡിസം. കുഞ്ഞിന് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ വളരെ വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം വഴി ബ്ലഡ് സാമ്പിൾ, ഹീൽ പ്രിക്ക് നടത്തിയിട്ട് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഹൈപ്പോതൈറോയിഡിസം കണ്ടുപിടിക്കാൻ സാധിക്കും. ഗാലക്ടോസീമിയ, G6PD ഡെഫിഷ്യൻസി, 17 OHP എന്ന് പറയുന്ന കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് IEM-ലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ കേൾവി പരിശോധന, എല്ലാ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ OAE, ഓട്ടോ അക്കൗസ്റ്റിക് എമിഷൻ എന്ന് പറയുന്ന തരത്തിൽ ആ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ കേൾവി പരിശോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട പേജുകളാണ് ഈ നേരത്തെ പറഞ്ഞ 12ാമത്തെ പേജിലാണ്. ഈ 11ഉം 12ഉം പേജുകളിലായിട്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 12ാം പേജിൻ്റെ താഴെ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വായിച്ച് നോക്കണം. എല്ലാ പ്രസവിച്ച അമ്മമാരും നോക്കണം. ഇതിൽ കങ്കാരു മദർ കെയർ എന്ന് പറയും. അതായത് ജനിച്ച കുഞ്ഞിനെ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ എത്രയും പെട്ടെന്ന് മുലയൂട്ടണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് അമ്മയോട് ചേർത്ത് കുഞ്ഞിനെ വെക്കുക എന്നുള്ളത്. ജനിക്കുന്ന കുഞ്ഞിന് ഒരിക്കലും ടെമ്പറേച്ചർ റെഗുലേഷൻ ശരിയാകത്തില്ല. അപ്പം അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മയുടെ ചൂട് കിട്ടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കങ്കാരു മദർ കെയർ നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, എന്താണ് മുലപ്പാലിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ മുലയൂട്ടൽ 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഓരോ അമ്മമാരും അറിയേണ്ട കാര്യങ്ങളാണ് ഈ പേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ നവജാത ശിശുവിന് വരാവുന്ന ഡേഞ്ചർ സൈൻസ്, അപകട സൂചനകൾ എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നില്ല, എപ്പോഴും ഉറക്കമാണ്, അല്ലെങ്കിൽ കുഞ്ഞ് മുലപ്പാൽ കുടിക്കാനായിട്ട് മടി കാണിക്കുന്നു, പിന്നെ നിർത്താതെയുള്ള കരച്ചിൽ, ശ്വാസം മുട്ടൽ, എന്തെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടൽ പോലെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ, പിന്നെ കുഞ്ഞിന് മഞ്ഞ നിറം കാണുകയാണ്, കയ്യിലും കാലിലും അല്ലെങ്കിൽ ശരീരത്തിലും നോക്കുമ്പോൾ ഹൈപ്പർ ബിലിറൂബിനിമി, അതായത് സീറം ബിലിറൂബിൻ കൂടുതലാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ മഞ്ഞ നിറം കാണും. അപ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെ കുഞ്ഞിന് പനി വന്നിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ, ബ്ലഡ് ഇൻ സ്റ്റൂൾസ്, കുഞ്ഞ് മലം പോകുന്ന സമയത്ത് രക്തത്തിൻ്റെ മയം കാണുകയാണ്, കുഞ്ഞിന് ജന്നി വരിക, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാല് കുടിക്കാതെ കുഞ്ഞ് മാണ്ട് കിടക്കുക എന്ന് നമ്മൾ പറയും, അതായത് ഡ്രൗസിനെസ് പോലെ. ഇതൊക്കെ കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ള അപകട സൂചനകളാണ്. ഇങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ പീഡിയാട്രിഷനെ കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 13ൻ്റെ താഴെയായിട്ട് നവജാത ശിശുവിനുണ്ടാകുന്ന അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പേജ് 14 ആശമാർ ഗൃഹസന്ദർശനം നടത്തേണ്ട, അതായത് ന്യൂബോൺ നവജാത ശിശുക്കളുടെ വീട്ടിൽ പോയി പരിചരണം നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഹോം ബേസ്ഡ് ന്യൂബോൺ കെയർ, ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കുമല്ല, മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ, SNCU അല്ലെങ്കിൽ ന്യൂബോൺ ICU ഡിസ്ചാർജ് ചെയ്ത ബേബീസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഹോം ബേസ്ഡ് ന്യൂബോൺ കെയർ. ആ പേജിൻ്റെ 14ാം പേജിൻ്റെ താഴെയായി ORSൻ്റെ പ്രാധാന്യം, വയറിളക്ക രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ തടയാമെന്നുള്ളതിൻ്റെ കാരണങ്ങൾ, പിന്നെ ന്യൂമോണിയയുടെ സയൻസ് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. പേജ് 15 കുറച്ചും കൂടെ പ്രായമായ 3 മാസം, 6 മാസം, 9 മാസം, 1 വയസ്സ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഗൃഹപരിചരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേജുകൾ, ആശമാർ നടത്തേണ്ട പേജുകൾ, അതിനെക്കുറിച്ചിട്ടാണ് HBYC എന്ന് പറഞ്ഞിട്ട് പേജ് 15. പേജ് 16ലും 17ലും ശരിക്കും പറഞ്ഞാൽ അമ്മമാരറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മുലയൂട്ടലിൻ്റെ പ്രാധാന്യം, എത്ര തവണയാണ് മുലയൂട്ടൽ, അങ്ങനെ വിശദമായി പറഞ്ഞിരിക്കുന്നതാണ് പേജ് നമ്പർ 16ലും 17ലുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് ഇനി മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിനെയാണ്. കുഞ്ഞിൻ്റെ ഓരോ വളർച്ച നാഴികക്കല്ലുകൾ അത് വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന പേജുകളാണ് പേജ് നമ്പർ 18 മുതൽ 31 വരെ.
ഇത് എല്ലാ അമ്മമാരും കൃത്യമായിട്ട് എന്താണ് ഒരു മന്ത്രം പോലെ പറഞ്ഞ് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഈ പുസ്തകം കാണാതെ പഠിക്കണം എന്ന് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നത് പോലെ പറയുന്ന തരത്തിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു പേജുകളാണ് 18 മുതൽ 31. അപ്പോൾ ഇതിൻ്റെ ഓരോ പേജിൽ 18ാമത്തെ പേജിൽ വായിച്ചിട്ട് ഉടനെ 19ാമത്തെ പേജിൽ അപകട സൂചനകളാണ്. ഇത്രയും നിങ്ങളുടെ കുഞ്ഞിന് ഇല്ലെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അതാണ് 18 മുതൽ 31 വരെ പേജുകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി 32ാമത്തെ പേജിൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ട് പേജ് നമ്പർ 32 പറയുന്നുണ്ട്. പേജ് നമ്പർ 32 പറയുന്നത് ഗർഭനിരോധന മാർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ്. അത് കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ ലഭ്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പേജ് നമ്പർ 33 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അയൺ ഫോളിക് ആസിഡ് സിറപ്പിൻ്റെ ഡേറ്റയാണത്. അത് JPHന്മാർ കൃത്യമായിട്ട് അമ്മമാർ കൊടുക്കുന്നതനുസരിച്ച് ഫില്ല് ചെയ്യുകയും JPHന്മാർ അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. പേജ് നമ്പർ 34ലും 35ലും ഗ്രോത്ത് ചാർട്ടുകളാണ്. അതായത് വെയിറ്റ് ഫോർ ഏജ് എന്ന് പറയും. ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൂക്കം കുഞ്ഞിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഗ്രോത്ത് ചാർട്ട്. അത് 34, 35, 36, 37 പേജുകളിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 42ലും 43ലും കുട്ടികളുടെ ജന്മാവകാശമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടികയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ അമ്മമാരും എൻ്റെ കുഞ്ഞിന് ഇതെല്ലാം കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും വാക്സിൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി JPHN രേഖപ്പെടുത്താനുള്ള കോളംസും അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ബുക്കിൻ്റെ അവസാന ഭാഗത്തുള്ള പേജ് നമ്പർ 45ാമത്തെ പേജ് ഒരു കളർ കോഡഡ് പേജാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിരോധ പട്ടിക തന്നെ വളരെ വിശദമായിട്ട് ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഭാഗം കീറി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണോ ഇനി അടുത്ത കുത്തിവയ്പ്പിന് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് JPHN ടിക്ക് ചെയ്ത് തരേണ്ടതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളത്. രണ്ടാമത്തെ ഭാഗം ഇത് JPHN സൂക്ഷിക്കണം. അതായത് ആശമാരുടെ ഇൻസെൻറ്റീവിന് ആശമാർ എത്ര കുട്ടികളെ കുത്തിവയ്പ്പിന് കൊണ്ടുവന്നു എന്ന് അറിഞ്ഞിട്ട് അവരുടെ ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടി താഴത്തെ ഭാഗം JPHN സൂക്ഷിക്കേണ്ടതുമാണ്.